ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതേ പുതിയ സാരി ബ്ലൗസൊക്കെ ഇട്ടിട്ട് റെഡിയായി. രാവിലെ തന്നെ റെഡിയായിട്ട് നമുക്ക് പിന്നെ ഈ ലോകം ഇങ്ങനെ വിശാലമായി കിടക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ റെഡിയായി ഇറങ്ങി. എങ്ങോട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ടൗണിൽ പോവാം. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിലൊന്ന് കയറണം എന്നുണ്ട്. എന്നിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. പക്ഷെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഇറങ്ങി അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പാട വരുമ്പോഴൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും നമുക്ക് കുറച്ച് റീൽസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മുടെ വീട് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, ആ ഭാഗത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തപ്പോൾ മൊത്തത്തിൽ പാടവും പുല്ലും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. സത്യം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഫേസൊക്കെ ടാനായി കേട്ടോ. ടാനായി ഡാർക്കായോ ചെറുതായിട്ട്. അയ്യോ, ഒന്ന് പോവാ. മതി മതി മതി. മിന്നു കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. അതാ ഇനി പുറത്തിറങ്ങണില്ല. ഹായ് ഗായ്സ്, പോവാം. നമുക്കിനി നേരെ അമ്പലത്തിലോട്ട് പോയാലോ? അച്ഛനെ കാണണ്ടേ? നമ്മുടെ പോണ വഴിയുണ്ട്, നമ്മുടെ സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അച്ഛൻ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ സർവീസ് സ്റ്റേഷൻ ആരും കണ്ടിട്ടില്ലല്ലോ, അവിടെയൊക്കെ പോയി ഒന്ന് കാണണം. വരും, പോവാം. അമ്പലത്തിൽ പോയില്ല കേട്ടോ, കാരണം അമ്പലത്തിൽ നമ്മൾ നേരെ സമയം വൈകി. അപ്പോൾ നേരെ സർവീസ് സ്റ്റേഷനിൽ പോയി അച്ഛനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ദേ ഈ വീട്ടിൽ ഞാൻ ട്യൂഷന് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 7th ആണ് തോന്നുന്നു, ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചേച്ചിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ. അവർക്കൊന്നും ഇപ്പം നമ്മളെ അവരുടെ അച്ഛനെ കണ്ടപ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു. ഒരേട്ടനും അറിയില്ല എവിടെയൊന്നും അല്ലേ. എവിടെയൊക്കെ നീ ബസ്സിൽ കയറിയിട്ട്? ബസ്സിലൊരു യാത്ര കഴിഞ്ഞ് വന്നതാണ്. അതെ, എന്താണ് ഇതെന്ത് സംഭവം? ഡ്രോയിങ് നമ്മുടെ വേലപ്പൂരല്ലേ? തൃശ്ശൂർ പൂരം. അങ്ങനെ അതേ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ബസ് യാത്ര കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ അതേ ബസ് പോയി, അതിൻ്റെ പുറകെ ഞാനും നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് കാറിലോട്ടാണ്. ഇനി കാർ യാത്ര. ഇതാണ് കേട്ടോ നമ്മുടെ സർവീസ് സ്റ്റേഷൻ. അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ അച്ഛനില്ല, എന്തോ കാര്യത്തിന് പുറത്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇനിയിപ്പോൾ എന്തായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ പണിക്ക് വരുന്ന ഏട്ടനോട് കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ വെറുതെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, ടൗണിലും പോയി കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ ഇറങ്ങി, നേരെ ടൗണിലോട്ട് ഇറങ്ങി. അങ്ങനെ ടൗണിൽ പോകുന്ന വഴിക്ക് ചായ കുടിക്കുക എന്ന് പറഞ്ഞൊന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് അവിടെ പോമോഗ്രാനറ്റും മുന്തിരിയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ശരി, എന്തായാലും നല്ല വില കുറവായിരുന്നു. 2 കിലോ അങ്ങനെ 3 കിലോ 2 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് മേടിച്ചു. മേടിക്കുന്നിടയ്ക്ക് എൻ്റെ വക ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ നല്ല കൊല മുന്തിരിയായിരുന്നു. കൊല മുന്തിരിയാണ്. അപ്പോൾ നമ്മുടെ ഇവര് ഇവിടെ എപ്പോഴും വരുന്നതാണ്. പാലക്കാടുള്ളവർ ഇവിടെ വന്ന് വാങ്ങിക്കുക. ചായക്കടയിൽ ചെന്നപ്പോൾ അവിടെ ശിവലിംഗ പൂവിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് എടുത്തൊന്ന് മണത്ത് നോക്കിയതാണ്. കാരണം അത് എങ്ങനെയുള്ള മണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മണത്ത് നോക്കിയപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെ സ്വയംവര സിൽക്സ് ടെക്സ്റ്റൈൽ ഷോറൂം. അത് കണ്ട ഉടനെ പിന്നെ എൻ്റെ കയ്യും കാലും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. പിന്നെ വേഗം ചായ കുടിച്ചു, നേരെ അങ്ങോട്ട് ഓടി കയറിപ്പോയി.
പിന്നെ തുടങ്ങി അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ സാരിയായി, അതായി, ഇതായി, മൊത്തം സാരീസിൻ്റെ ആ ഒരു ഭാഗം, സെറ്റ് മുണ്ട് സാരി ആ ഭാഗത്ത് തന്നെ മൊത്തം ഒരുപാട് മണിക്കൂർ അവിടെ തന്നെ നിൽക്കേണ്ട വന്നു. ഞാനാണെച്ചാൽ ഉള്ളിൽ കയറാൻ തിടുക്കപ്പെട്ട് നിൽക്കുക. ഏട്ടനാണെച്ചാൽ കാറ് പാർക്ക് ചെയ്യാൻ പറ്റും, ആളെ വിട്ട് കാണുന്നില്ല. കുറച്ച് പിന്നെ വന്നത് പിന്നെ വേഗം മനുഷ്യാന്ന് പറഞ്ഞ് വേഗം ഉള്ളിൽ കയറി. നമ്മൾ സെറ്റ് മുണ്ട് സെക്ഷനിലേക്കാണ് പോകുന്നത്. എത്ര സാരി എടുക്കുന്നുണ്ട് അമ്മയ്ക്കോ? ആ സെറ്റ് മുണ്ട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഇത് നമ്മുടെ അച്ചടക്കിൻ്റെ അല്ലേ? അച്ചടക്കുണ്ടാണ് ഇത് നോക്ക്. ഗ്രീനില് അച്ചടക്കിൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. അതൊന്നും എടുത്തോ അല്ലേക്കാ? ലുക്സ് ഗുഡ് റൈറ്റ്. ദിസ് വൺ കുട്ടി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെടുത്തോ, താഴത്തെ പച്ച അതന്നെ. ബ്ലൗസ് ഉണ്ട്, ബ്ലൗസ് ഇല്ല. അപ്പോൾ എനിക്ക് ബ്ലൗസ് ഉള്ള അവസ്ഥയ്ക്ക് കുറേ നോക്കി കറങ്ങി തിരിഞ്ഞ് ഞാൻ അവിടുത്തെ സ്റ്റാഫായിട്ടോ. ഇതിപ്പോൾ സാരി ആർക്കാ കാണിച്ചു കൊടുക്കുന്നത്, ആരാ നോക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അപ്പുറത്ത് നിൽക്കുന്നു, ഇവർ വന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ആർക്കാ സാരി എടുക്കുന്നത്, എനിക്കാണോ? നമുക്ക് അച്ചറൊക്കെ നോക്കാമല്ലേ? ഇത് തന്നെയാണല്ലോ. ഞാൻ നോക്കട്ടെ. ഇത് നോക്ക് താഴത്തെ. അവിടെയൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഈ ഭാഗത്ത് തന്നെ വന്നു, ഇത് തന്നെ എടുക്കാന്ന് പറഞ്ഞു. നീ അതെടുത്ത് അമ്മയ്ക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കും. നീ അതെടുത്തോ അമ്മയ്ക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കും. കുട്ടി അല്ലെങ്കിൽ കാര്യം ചെയ്യോ? കുട്ടി അല്ലെങ്കിൽ കാര്യം ചെയ്യോ? ഡേ അല്ലെങ്കിൽ അമ്മ നീ ഒരേ ഇതൊക്കെ എങ്ങനെയാണ്? കാരണം എനിക്ക് എപ്പോഴും സെറ്റ് കൊണ്ട് എടുക്കുമ്പോൾ ബാക്ക് കൂടുതലാണ്. ഇല്ല മേഡം, നമുക്ക് മുന്താണി ഇറക്കം വരും, മുന്തിന് വ്യത്യാസം വരില്ല, മുന്താണിക്ക് ഒരു വ്യത്യാസം. ലാസ്റ്റ് ഈ സെറ്റ് കൊണ്ടാണ് കേട്ടോ ചൂസ് ചെയ്തത്, എടുത്തത്. ഇത് മുണ്ട്, ഇതാണ് മുണ്ട് മേഡം. നീളം കുറഞ്ഞതിനാണ് മുണ്ടായിരുന്നു. ചേച്ചി പെണ്ണ് ഉണ്ടോ അവിടെ? ബ്ലൗസ് ഞാൻ ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. എങ്ങനെയുണ്ടോ കേട്ടോ? ഡിഫറെൻ്റ് ആയിട്ട് സുഖമില്ല. ഗുരുവായൂർ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് എടുക്കാമല്ലേ? ഇത് രണ്ടിൽ ഏതാണ് ശരിക്കും നല്ലത്? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇത് രണ്ടിൽ ഏതാണ് നല്ലത് എന്നുള്ളത്.
കളറ് ഇതാണ് സെറ്റ് മുണ്ടിൻ്റെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പട്ടുസാരിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ റേറ്റ് അത്? നിങ്ങൾ പിന്നെ ഇതെടുത്തോ, അമ്മയുണ്ടല്ലോ. ശരി, അതെടുത്തോ. പിന്നെ ഈ മുതൽ സാരിന്ന് വാങ്ങിക്കാം. കുട്ടി ഇത് എത്രയാണ് ഈ ഓറഞ്ച് പറഞ്ഞത്? അല്ല ഇത് 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 ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്തില്ല. അതിന് പകരം വേറെ സാരി എടുത്തിട്ടുണ്ട് വന്നു. മിന്നുനാണെച്ചാൽ നിന്ന് ബോറടിച്ചിട്ട് എപ്പോഴാണ് പോവുക എന്ന് പറഞ്ഞ് ഭയങ്കര അതേതി നടക്കുമായിരുന്നുള്ളൂ. ബ്ലൗസ് എങ്ങനെ വരിക? ഒരുപാട് സാരികൾ വലിച്ചു വാരിയിട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം എടുക്കാതെ പോയി എന്ന് പറയും. ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, വീഡിയോയിൽ കുറച്ചേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഞാൻ അവിടെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചൂസ് ചെയ്ത് ഓറഞ്ച്. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കോപ്പിറൈറ്റ് വരുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ മാക്സിമം വോയിസ് ഓവർ ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ. ഈ സാരി സെറ്റ് 170 അല്ലേ? 170 രൂപയുള്ളൂ കേട്ടോ ഈ സാരീസ് മൊത്തം. ഞാൻ ഇതെടുത്താലോ നോക്കാം. സാരി ബ്ലൗസ് ഉണ്ട്. ബ്ലാക്ക് അല്ലേ? പട്ടുപാവാടയ്ക്കുള്ള ബ്ലൗസ് ആണ്. ആദ്യക്കും നിനക്കും മിന്നുവിനുണ്ട്, 3 പേർക്കാണ്. ഇതിന്റെ രണ്ടാമത്തെ എടുത്ത് ലൈറ്റ് ഷെയ്ഡ്. രണ്ടാമത്തെ മറ്റേ ഓണത്തിന് കിട്ടില്ലേ ഫുൾ സെറ്റിന്റെ ആദ്യക്ക് നോക്കി ക്ഷീണിച്ച് ഞാൻ അവിടെ കടപ്പായി. അതെ, NMR ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അയ്യോ, പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. ഇവിടെയാണോ നിർത്തുന്നത്? ശരി, അപ്പുറത്ത് നിർത്ത്. നല്ല തിരക്കുണ്ട്. നമ്മൾ ഇനി ഓർഡർ കൊടുത്തിട്ട് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? NMR ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. നല്ല ബിരിയാണി കഴിച്ചിട്ട് കുറേ ആയി. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് എല്ലാവരും കിട്ടിയ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പിന്നോ? അങ്ങനെ നമ്മളിതേ വീടെത്തി. സെറ്റും കൊണ്ട് വീണ്ടും മേടിച്ചിട്ടോ. ഇത് അമ്മയ്ക്കുള്ള സാരിയാണ്. അമ്മയ്ക്കുള്ളൊരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിൽ. പിന്നെ ഇതൊരു സിമ്പിൾ സാരി ഞാൻ 2 മേടിച്ചാണ് കേട്ടോ. വില കുറവെന്ന് പറഞ്ഞപ്പോൾ വെറുതെ എടുത്തതാണ്. ഇത് മിന്നുവിന് സ്കേർട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതല്ലേ? ഈ സ്കേർട്ടിലേക്കുള്ള ലൈനിങ് ആണിത്. അപ്പോൾ ഇതിന് ടോപ്പ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ്, സ്കേർട്ട് ആൻഡ് ടോപ്പ്, നമ്മുടെ അജ്രക്കിൻ്റെ. അപ്പം ഞാനും ആദ്യം 2 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പാവാടയുടെ കൂടെ ക്രോപ്പ് ബ്ലൗസ് ആയിട്ട് ഇടാമല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്താ അവിടെ സൗണ്ട്? ഒരു വീഡിയോ ചെയ്യാനും സമ്മതിക്കില്ല. പിന്നെ ബാത്റൂമിൽ വെറുതെ വെള്ളം ഒഴിച്ച് കളിക്കുക അവിടെ. എന്താണ് സൗണ്ട്? വീഡിയോ ചെയ്യില്ലേ? ഈ സെറ്റും കൊണ്ട് വെറുതെ
കാണിക്കുന്നത്? അമ്മ നല്ല വഴക്ക് പറയുന്നത് അറിയോ? വിഷുവിന് അമ്മയുടെ വക സെറ്റ് മുണ്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഇപ്പോൾ സെറ്റ് മുണ്ട് മേടിച്ച് കൂട്ടണമെന്ന് പറഞ്ഞ അമ്മ ചെയ്തു. ഞാൻ അമ്മ കാണാതെ ഒളിപ്പിച്ച് വെച്ചതാണ് കേട്ടോ, അമ്മ എടുത്തിട്ട് വന്നു. ഞാൻ എപ്പോഴും കുട്ടികൾക്കുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ്, ഈ പട്ടുപ്പാവാട അങ്ങനെയുള്ളതൊക്കെ എപ്പോഴും നാട്ടിൽ നിന്ന് തേപ്പിച്ചിട്ട് കൊണ്ടുപോകാറാണ് പതിവ്. അല്ലെങ്കിൽ ചെന്നൈയിൽ പോയാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ കുറച്ച് പാടാണ്. ശരി, എടുത്തുവിട്ടമ്മ.